അസ്സലാമു അലൈക്കും. നമ്മൾ വയനാട് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കടത്തി വിടാത്തത് കൊണ്ട് വന്നിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇടുകയാണ്. പ്രവാസ ലോകത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാൻ, അവർക്ക് എന്ത് സാധനങ്ങൾ നമുക്ക് വേണ്ട ഒരു ലീസ്റ്റ് തന്നാൽ മതി, നമുക്കെല്ലാം അയച്ചു കൊടുക്കാമെന്നുകൊണ്ട് പ്രവാസ ലോകത്തുനിന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മളെ പ്രിയപ്പെട്ടവരും നിരന്തരം നമ്മളെ സഹായിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടല്ലോ, അവരൊക്കെ വിളിച്ചിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവരൊന്നും അങ്ങോട്ട് സാധനം കൊടുത്തു വിടരുതേ, ആരും അങ്ങോട്ട് വരരുതേ എന്നുള്ള നിർദ്ദേശം ചെയ്തുകൊണ്ട് ആരും അങ്ങോട്ട് പോകാതിരിക്കുകയാണ്. അവരറിയിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളാരും ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് അറിയിക്കാത്തത്. ഒരു പോസ്റ്റിനോട് ഇടാൻ വേണ്ടി പറഞ്ഞു. വളരെ വിഷമമായി പോയി എനിക്ക് ആ പോസ്റ്റ് ഇടാൻ പറഞ്ഞ പാട്. മയ്യത്ത് പരിപാലനം അറിയുന്നവരും അതല്ലെങ്കിൽ ഖബർ കളക്കാൻ അറിയുന്ന ആൾക്കാർ വേണം ഇന്ന പള്ളിയിലേക്ക് എത്താൻ. അതുപോലെ തന്നെ ഇന്ന ബ്ലഡ് ഗ്രൂപ്പുകളുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരണം എന്നുകൊണ്ട് 2 പോസ്റ്റാണ് എന്നോട് ഇടാൻ പറഞ്ഞത്. അത് 2 പോസ്റ്റും ഞാൻ ഇട്ടത് പെട്ടെന്ന് തന്നെ പ്രൈവറ്റ് ആക്കാനും പറഞ്ഞിരുന്നു. കാരണം അങ്ങനെ ഒരുപാട് ആൾക്കാർ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് പല ആൾക്കാരും പല ഐഡിയയിലിട്ടുകൊണ്ട് എല്ലാ സഹായങ്ങളോടും എത്തി. അതുപോലെ തന്നെ ഈ വയനാടിൻ്റെ മക്കളോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ മറ്റു സഹായത്തിന് വേണ്ടി ആരും ബേജാറാകേണ്ട ആവശ്യമില്ല. എല്ലാം അവിടെ എത്തിച്ചേരും. പക്ഷേ നമ്മളുടെ തീരാ നഷ്ടങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു. ഒരുപാട് ഫാമിലി, ഒരു കുടുംബത്തെ 10ഉം 16ഉം ആൾക്കാരൊക്കെ ഒരേപോലെ ഒലിച്ചു പോയി. ചില ആൾക്കാരെ കളക്ട് ചെയ്തുകൊണ്ട് കൈ കിട്ടി, ഉടൽ കിട്ടി, അതുപോലെ തന്നെ തലയില്ലാത്ത ശരീരം കിട്ടി, കാല് കിട്ടി എന്നൊക്കെ എഴുതി വെച്ചപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമായിപ്പോയി. എല്ലാവരും ദുആ ചെയ്യുക. ദുആയിൽക്കും വേറെ ശക്തിയില്ലല്ലോ. അപ്പോൾ ഇൻഷാ അള്ളാഹ് പ്രവർത്തിക്കാൻ എല്ലാ ഭാഗത്തെ ആൾക്കാരും തയ്യാറാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ മീറ്റിങ്ങിൽ കൂടിയ ഒരുപാട് ആൾക്കാർ ബ്ലഡ് കൊടുക്കാനും അവിടെ പോയി പ്രവർത്തിക്കാനും എല്ലാവരും ഇവിടെ തയ്യാറാണ്. ഓരോ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയിലും വയനാടിൻ്റെ മക്കളുടെ കൂടെയുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് പ്രാർത്ഥനയിലുണ്ട്. എന്തായാലും എല്ലാവരോടും സ്നേഹം മാത്രം, നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.